ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കറി വേൾഡ്. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ക്യാബേജ് തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമ്മൾ പർപ്പിൾ ക്യാബേജ് ഉണ്ടല്ലോ, ആ ക്യാബേജ് നമ്മൾ വളരെ ഈസിയായി വളരെ പെട്ടെന്ന് നമുക്ക് ഈ ക്യാബേജ് തോരൻ ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ 2 പർപ്പിൾ ക്യാബേജ് എടുത്തിട്ടുണ്ട്. അതിനെ ഇതേ കണ്ടോ, ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്തൊരു പാത്രം വയ്ക്കാം. അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആ ഓയിലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് കടുക്, കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് നമുക്കൊന്ന് കടുക് താളിക്കാം. ഞാൻ ക്യാബേജ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ചിലവർ ക്യാബേജിൻ്റെ കൂടെ ഉള്ളിയൊക്കെ ആഡ് ചെയ്യും. ഇതിപ്പോൾ ഞാൻ ഈ ക്യാബേജ് മാത്രമേ ഇന്ന് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിന് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഉപ്പ് മാത്രം ചേർക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ ക്യാബേജിലുള്ള കുറച്ച് വെള്ളമുണ്ട്, അതിങ്ങനെ ഇറങ്ങും. അപ്പോൾ ഞാനിതൊന്ന് നന്നായിട്ട് ഉപ്പ് എല്ലായിടത്തേക്കും ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ആകാൻ വേണ്ടിയിട്ട്. ഉപ്പ് എല്ലായിടത്തൊന്നും ആകാൻ വേണ്ടിയിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം ഒരു അടപ്പ് കൊണ്ട് ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് ഒരു തീ സിമ്മിലിട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ആ സമയത്താണ് നമ്മളെ ഈ ക്യാബേജിനകത്തുള്ള വെള്ളമെല്ലാം ഇറങ്ങി വരുന്നത്. അപ്പോൾ തീ കൂട്ടി വെച്ച് കളയരുത്, കരിഞ്ഞു പോവും. തീ മാക്സിമം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാൻ. നന്നായിട്ട് ഞാൻ സോട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഈ സമയം കൊണ്ട് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. മിക്സിയിൽ കുറച്ച് തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉള്ളി, എൻ്റെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ലായിരുന്നു, അപ്പോൾ ഞാൻ സവാളയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 പച്ചമുളക്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരല്ലി വെളുത്തുള്ളി, ഇത്രയും ഇട്ടിട്ട് ഞാൻ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പം ഇത് ഒത്തിരി അരഞ്ഞു പോകേണ്ട, ജസ്റ്റ് ഒന്ന് ഒരു 2 കറക്ക് കറക്കിയാൽ മതി, അത്രയൊന്ന് ചെയ്താൽ മതി. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ മിക്സിയിൽ അരയ്ക്കാതെ കൈ കൊണ്ട് തിരുമ്മിയിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ അരപ്പ് നമുക്ക് ചേർക്കാം എന്നുള്ളതാണ് കേട്ടോ. ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്യണമെന്നില്ല, കൈ കൊണ്ട് തിരുമ്മിയിട്ടാലും മതി. അപ്പോൾ നമ്മുടെ ക്യാബേജ് വെന്തിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളമെല്ലാം വലിഞ്ഞു കഴിഞ്ഞു. ഇതിൽ വെള്ളമൊന്നുമില്ല, എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിനെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിനി അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. അരപ്പെല്ലാം ഞാനതിലേക്ക് ആഡ് ചെയ്തു. ഇനി നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ക്യാബേജിൻ്റെ എല്ലാ ഭാഗത്തേക്കും നമ്മുടെ അരപ്പൊക്കെ എത്തണം. അതിന് വേണ്ടിയിട്ട് നന്നായിട്ടതൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. തീ അപ്പോഴും നമ്മൾ കുറച്ച് വേണം വച്ചേക്കാൻ കേട്ടോ. നന്നായിട്ട് ഞാനിതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ആ മസാലയുടെ ആ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറി കിട്ടണം. അതുവരെ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. നന്നായിട്ട് നമ്മുടെ ക്യാബേജ് തോരനിലെ അരപ്പെല്ലാം പിടിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, നമ്മുടെ ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നത് വരെ ബൈ.